ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. ചില എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ എത്തിപ്പെടുകയും അതുമായി സംബന്ധിച്ച് ചില കാര്യങ്ങളുടെ പിന്നാലെ പോവുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചില വിഷയങ്ങളിലുള്ള പ്രതികരണങ്ങളൊന്നും കാണാൻ സാധിക്കാതിരുന്നത്. അത് മറ്റൊരു അവസരത്തിൽ ഞാൻ പ്രതിപാദിക്കുന്നതായിരിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ പറയാനാണ് വന്നത്. കാരണം ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. വലിയ രീതിയിലാണ് ഇമ്പാക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇപ്പോൾ ഉണ്ടായ ഇമ്പാക്റ്റുകളൊന്നും സിദ്ദീഖിന്റെ ആണെങ്കിലും അതുപോലെ തന്നെ മുകേഷിന്റെ ആണെങ്കിലും ജയസൂര്യയുടെ ആണെങ്കിലും വിഷയങ്ങളൊന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതൊക്കെ മുൻപ് തന്നെ പലപ്പോഴും ആരോപിച്ച ആളുകൾ മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഒന്ന് രണ്ട് നടിമാരുടെ അതുപോലെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടറുടെ ഒക്കെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കേസുകളാണ് ഇപ്പോൾ നിലവിലുള്ള. ഇന്നും ജയസൂര്യക്കെതിരെ പുതിയ കേസ് ആര് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ മൂന്നാല് നടന്മാർക്കെതിരെ ഒരു നടി കുറെ പേരുടെ ലിസ്റ്റ് എഴുതിയിരുന്നു. ഒരു നടി സിദ്ദീഖിന്റെ പേര് പറയുന്നു, അതുപോലെ തന്നെ മുകേഷിന്റെ പേര് പറയുന്നു. അങ്ങനെ കുറച്ച് ആളുകൾ മുൻപും ഇവർ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അന്നൊന്നും മാധ്യമപ്രവർത്തകർ ഇതൊന്നും മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് വീണ്ടും ഇത് ചർച്ചയാവുന്നു, ഇവർക്കെതിരെ നടപടി എടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ സർക്കാർ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചു, അതിലും പരാതി തന്നാൽ ഞങ്ങൾ അന്വേഷിക്കും എന്ന് പറയുന്നത്. ഇതൊക്കെ നിൽക്കും. ഇപ്പൊ കാണുന്ന പ്രഹസനങ്ങളൊക്കെ നിൽക്കും. എപ്പോ വരെയാണെന്നറിയോ? സെപ്റ്റംബർ 10 ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഏതാണ്ട് 4 വർഷത്തോളം നമ്മുടെ ഗവൺമെന്റ് പൂഴ്ത്തിവെച്ച റിപ്പോർട്ട്. അതിനകത്ത് സൂചനകൾ ആരൊക്കെ അതിൽ പെട്ടിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് രഞ്ജിത്തിനും അറിയാം. രഞ്ജിത്തും പഴയ കേസിലാണ് പെട്ടിരിക്കുന്നത്. രഞ്ജിത്തിനും അറിയാം, അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിസഭയ്ക്കും അറിയാം. വളരെ കൃത്യമായിട്ട് അറിയാം. മന്ത്രിസഭയെ പോലും പിടിച്ചു നിർത്താൻ കഴിയുന്ന, കുലുക്കാൻ കഴിയുന്ന പ്രമുഖ നടന്മാരുടെ പേര് ഉൾപ്പെടെ അതിനകത്തുണ്ട്. ഒരു പോക്സോ കേസ് വരെ ആ കമ്മീഷൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾ ഇത്രയും നാള് മനസ്സിൽ വെച്ച് ആരാധിച്ച വിഗ്രഹങ്ങൾ ഒടഞ്ഞു വീഴുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം 10 ഹൈക്കോടതി ഇത് പരിശോധിക്കുമ്പോൾ ഹൈക്കോടതിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഇത് ആരെ കുറിച്ചാണ്, ആരെ കുറിച്ചുള്ള സൂചനകളാണ്, ഏതൊക്കെ സിനിമയാണ്, ഏതൊക്കെ ലൊക്കേഷൻസ് ആണ്. അതൊക്കെ വെച്ച് അന്വേഷണം നടക്കുമ്പോൾ സിനിമയിലെ, അതായത് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ള, കേരള രാഷ്ട്രീയത്തിനും അപ്പുറം സ്വാധീനമുള്ള ചില നടന്മാർ ഇതിനകത്ത് കുടുങ്ങും, ചില സംവിധായകർ ഇതിനകത്ത് കുടുങ്ങും, ചില ആരാധനാ വൃന്ദങ്ങളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴാൻ പോവുകയാണ് സെപ്റ്റംബർ 10 എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല. 10 മുതൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പല സാധനങ്ങളും പുറത്തു വരികയും അതിനകത്തുള്ള സൂചനകൾ വെച്ച് ആളുകൾ ഇത്തരക്കാരെ തെരഞ്ഞു പിടിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. കലാകാരന്മാരെ എല്ലാം ഇത്തരം ബലഹീനതകൾക്ക് അടിമപ്പെട്ടവരാണെന്നാ പറയുന്നത്. എന്ത് ബലഹീനത? ഇതൊക്കെ തോന്നിയാസമാണ്, ശുദ്ധ തോന്നിയാസം. ഒരു ചാൻസ് ചോദിച്ച് ഒരു നായികയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറിലേക്ക് ഒരു സ്ത്രീ അവിടെ എത്തുന്നു. ആ സ്ത്രീയെ കണ്ടപാടെ ആ സ്ത്രീയോട് ചില ലൈംഗിക രീതിയിലുള്ള ചോയുള്ള സംഭാഷണം പറയുന്നു, മയക്കി കിടത്താൻ ശ്രമിക്കുന്നു, അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്നു. ശേഷം നിങ്ങൾ എന്നുമായിട്ട് സഹകരിച്ചാൽ നിങ്ങൾക്ക് വലിയ ഓപ്പർച്യൂണിറ്റികൾ തരാമെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിച്ച് ലൈംഗികമായി ഉപയോഗിച്ച ശേഷം അവരെ ചവിട്ടി പുറത്താക്കുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു. പവർ ഗ്രൂപ്പ് ഉണ്ട്. എല്ലാവരും പല നായികമാരുടെ ഒക്കെ പേരുകളൊക്കെ പറഞ്ഞു. ശ്വേതാ മേനോൻ പറഞ്ഞത് ഇതിനകത്ത് ചില സ്ത്രീകളും ഉണ്ടെന്നാണ്. പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്ന 10-20 പേരടങ്ങിയ ഒരു ഗ്രൂപ്പ് അല്ല. അതിനൊരു വ്യവസ്ഥാപിതമായിട്ടുള്ള സ്വഭാവം ഒന്നുള്ള ഗ്രൂപ്പാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചില ആളുകളുടെ കയ്യിലാണ് മലയാള സിനിമ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇത് ഇവരുടെ പവർ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നല്ല ഞാൻ പറയുന്നത്. ശ്രീനാഥ് ബാസിയുടെ ഒരു വിഷയം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ശ്രീനാഥ് ബാസിനെ ഇനി സഹകരിക്കുന്നില്ലെന്ന് ചില സിനിമാ സംഘടനകൾ പറഞ്ഞു. ഫെഫ്കയും അമ്മയൊക്കെ ചേർന്ന് ഒരു ഇതിൽ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മമ്മൂട്ടി വന്നിട്ട് പറഞ്ഞു അങ്ങനെ വിലക്കാൻ ആർക്കും കഴിയില്ല, തൊഴിൽ ഇല്ലാതാക്കാൻ കഴിയില്ല. എന്ത് നമുക്ക് വേണമെങ്കിൽ പവർ ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്യാം, ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും. എങ്ങനെ? ശ്രീനാഥ് ബാസിയൊക്കെ മമ്മൂട്ടിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളാണ്, ചേർന്ന് നിൽക്കുന്ന ആളാണ്. മമ്മൂട്ടിയെ അവസരം കിട്ടുമ്പോഴൊക്കെ പൊക്കി പറയുന്ന ആളാണ്. അങ്ങനെ പറയുന്ന ഒരാൾക്കൊരു പ്രശ്നം വന്നപ്പോൾ മമ്മൂട്ടി ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇടപെട്ടു. അങ്ങനെ ഒരുപാട് നടന്മാരുടെ കാര്യത്തിൽ ഇടപെട്ടു. ഇത് വേണമെങ്കിൽ പവർ ഗ്രൂപ്പായിട്ട് കണക്ട് ചെയ്യാം. ഈ ഒരു സ്വഭാവമാണ്. കാരണം തങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ എന്ത് കുറ്റം ചെയ്താലും അതിനെ സംരക്ഷിക്കാൻ ആളുകൾ ഉണ്ട് എന്ന രീതിയിൽ പറയാം. നമുക്കിപ്പോ പറയാം ഇവർ പവർ ഗ്രൂപ്പിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നാളെ അവർ നമുക്ക് എന്താ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും, അല്ലെങ്കിൽ ഇത്തരക്കാര് അതിൽ ഇടപെടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും പലരുടെയും പേര് പറയാത്തത്. എന്താണെങ്കിലും
ചില വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ വെച്ചിട്ട് അവർ കൃത്യമായ അന്വേഷണം നടത്തുകയാണെങ്കിൽ ഇപ്പൊ കണ്ടതൊക്കെ ട്രയലാണ്. കാരണം മുൻപ് വന്ന ആരോപണങ്ങളുടെ പേരിലാണ് കേസുകൾ എടുത്തിട്ടുള്ള. പുതിയ ആരോപണങ്ങളല്ല, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. ആ റിപ്പോർട്ടിലെ പേരുകൾ ഇനിയും പുറത്തു വരാറുണ്ട്. പോക്സോ അടക്കമുള്ള കേസുകൾ പുറത്തു വരാറുണ്ട്. ലൈംഗിക ചൂഷണത്തിന് വേണ്ടി നായികമാരെയും ഒക്കെ പല ആർട്ടിസ്റ്റുകളെ ഉപയോഗിച്ചിട്ടുള്ള സിനിമാ നടന്മാരുടെയും സംവിധായകരുടെയും ടെക്നീഷ്യൻസിന്റെ ഒക്കെ പേര് പറയും. അതുപോലെ തന്നെ കുറ്റകരമായ മൗനം പാലിക്കുന്നുണ്ട് ഫെഫ്ക എന്നുള്ള കാര്യം കൂടി നമ്മൾ ഇതിന്റെ കൂടെ വായിക്കണം. ഡി ഉണ്ണികൃഷ്ണനാണ് ഫെഫ്കയുടെ തലതൊട്ടപ്പൻ. ഫെഫ്ക ഒരുപാട് യൂണിയനുകൾ ചേർന്ന ഒരു തൊഴിലാളി സംഘടനയാണ്. കാരണം സിനിമാ രംഗത്ത് ക്യാമറാമാന്റെ, സംവിധായകരുടെ, എഴുത്തുകാരുടെ, അതുപോലെ എഡിറ്റേഴ്സിന്റെ, മേക്കപ്പ് മാൻസിന്റെ, അങ്ങനെ വിവിധ തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ വിവിധ യൂണിയനുകൾ ചേർന്ന ഒരു സംഘടനയാണ് ഫെഫ്ക എന്ന് പറയുന്നത്. നിർമ്മാതാക്കൾ ഉൾപ്പെടെ നിർമ്മാതാക്കളും അതിനകത്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റേ. അപ്പൊ ഇവര് തങ്ങളുടെ യൂണിയനിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ യൂണിയൻ അംഗമായിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്ന ആളുകൾക്ക് പോലും ലൈംഗിക ചൂഷണം ഏർപ്പെടുന്നുണ്ട്. രഞ്ജിത്തിന്റെ കാര്യം, ബാപ്പുട്ടിയുടെ നാമത്തിൽ എന്ന സിനിമയുടെ സമയത്ത് ഒരു ചെറുപ്പക്കാരനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അദ്ദേഹത്തിന് പല അവസരം കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു ആൺകുട്ടിയെ പോലും പീഡിപ്പിക്കുക. അപ്പൊ ഇവിടെ ആണും പെണ്ണും ഒന്നും സുരക്ഷിതരല്ല. ഇവർ കലാകാരന്മാരെന്ന് പറയുന്ന ആളുകളുടെ കമകേളികളിലേക്ക് ആളുകൾ പെട്ടുപോകുന്നു എന്നത് വലിയ സത്യം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഫെഫ്ക വളരെ കുറ്റകരമായ ഒരു മൗനം പാലിക്കുന്നു. വി ഉണ്ണികൃഷ്ണൻ വലിയൊരു മൗനത്തിലാണ്. ഒരുപക്ഷെ അദ്ദേഹവും ഈ പവർ ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് പോലും വിമർശകർ പറയാനുള്ള കാരണം ഇതാണ്. കാരണം അദ്ദേഹം നിലപാടെടുക്കുന്നില്ല. നിലപാടെടുക്കാൻ അറിയാത്ത ആളൊന്നും അല്ലല്ലോ. അങ്ങനെ എത്ര സാംസ്കാരിക പ്രവർത്തകര് വാടച്ച് മിണ്ടാതിരിക്കുന്നുണ്ട്. അപ്പൊ അവസാനം WCCയുമായിട്ട് ബന്ധപ്പെട്ട് രേവതിക്ക് നേരെ ഒരു അലിഗേഷൻ വന്നു. കാരണം രഞ്ജിത്ത് വെച്ച ആ പാവം പിടിച്ച പയ്യന്റെ ഫോട്ടോ എടുത്ത് രേവതിക്ക് അയച്ചു കൊടുത്തു എന്നാ പറയുന്നത്. അങ്ങനെ പല രീതിയിലുള്ള എല്ലാവരും ഇതൊരു 8 പോലെ കിടക്കുകയാണ്. ഒരു ലൂപ്പാണ്. ആ ലൂപ്പിൽ എല്ലാവരും വിട്ടിട്ടുണ്ട്. ഒരവസരത്തിൽ അല്ലെ മറ്റൊരവസരത്തിൽ ആരെങ്കിലും ചൂഷണം ചെയ്യാത്തവരായിട്ട് ആരും മലയാള സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ ചൂഷണം എല്ലാ മേഖലയിലും നടക്കുന്നുണ്ട്. നമ്മൾ എല്ലാ രംഗത്തും ഈ ചൂഷണങ്ങൾ കാണാൻ സാധിക്കും. എവിടെ തൊഴിലുണ്ടോ തൊഴിൽ മേഖലയിലെല്ലാം ഇത്തരം ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. സിനിമ എന്ന് പറയുന്ന മറ്റൊരു മേഖലയിൽ അവർ ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്ന, ഒരുപാട് കാശ് തിരിച്ചു കിട്ടുന്ന, ഒരുപാട് ആരാധക വൃന്ദങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന, ഒരുപാട് ഗ്ലാമർ ആയിട്ടുള്ള ഈ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ അവസാനം തുല്യവേതനവും കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോയുടെ 1-ാം ഘട്ടം ഇവിടെ അവസാനിപ്പിക്കുക. തുല്യവേതനം ഒരിക്കലും നടപ്പാകുന്ന ഒരു കാര്യമില്ല. അതെവിടെ നടക്കത്തില്ല. ഓരോ സ്കെയില് അനുസരിച്ച് ആളുകൾക്ക് വേതനം കിട്ടത്തുള്ളൂ. ഒരുപക്ഷെ ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന നായികയായിരിക്കാം. പക്ഷെ ആ നായികയുടെ പേരിലല്ല ആ സിനിമ പ്രൊമോട്ട് ചെയ്യുന്നത്. ആ നായികയെ കണ്ടിട്ടല്ല ആളുകൾ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുന്നത്. അവിടെ ആർക്കാണോ മാർക്കറ്റ് വാല്യൂ അവർക്കാണ് കാശ് കൂടുതൽ കിട്ടുന്നത്. മമ്മൂട്ടിക്കും മോഹൻലാൽക്കും മാർക്കറ്റ് വാല്യൂ ഉള്ളതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ കാശ് കിട്ടുന്നത്. അല്ലാതെ എന്താ പറയുക ലേഡിക്കുള്ളത് കൊണ്ടല്ല. ഇപ്പൊ നയൻതാരയ്ക്ക് മാർക്കറ്റ് വാല്യൂ ഉള്ളതുകൊണ്ട് നയൻതാരയ്ക്ക് കൂടുതൽ പൈസ കിട്ടുന്നു. അത് നമ്മുടെ ഇവിടുത്തെ പല നടിമാർക്കും കിട്ടുന്നില്ല എന്നുള്ളത് ഇതുകൊണ്ട് തന്നെയാണ്. എന്തായാലും സെപ്റ്റംബർ 10 ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പല സത്യാവസ്ഥകളും പുറത്തു വരും. ഇൻക്ലൂഡിങ് പോസ്കോയിൽ ഉൾപ്പെട്ട ധാരാളം സൂചനകൾ വരും. ഉൾപ്പെടെ നമ്മുടെ വലിയ നടന്മാർ ഉൾപ്പെടെ കേരള ഗവൺമെന്റിലും കേന്ദ്ര ഗവൺമെന്റിലും ഒക്കെ പിടിച്ചുലയ്ക്കാൻ സാധ്യതയുള്ള നടന്മാരുടെ പേരുകൾ ഉൾപ്പെടെ പുറത്തു വരികയും അവരൊക്കെ പെടുകയും ചെയ്യും. നമുക്ക് കാത്തിരിക്കാം.